അപ്പോൾ ജയിലർ ഈ പടത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കേൾക്കാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മ്യൂസിക് എലവേറ്റ് ചെയ്തൊരു സിനിമയാണിത്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം മാത്രം രക്ഷപ്പെട്ടു പോയൊരു സിനിമയാണിതെന്നൊക്കെ ആയിരിക്കും. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇതേ അനിരുദ്ധ് ഇതേ രജനീകാന്തിന് വേണ്ടി വർക്ക് ചെയ്ത സിനിമകളായിരുന്നു വേട്ടയ്യനും ദർബാറും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ദർബാർ സിനിമയിലെ ആ ഒരു മെയിൻ ബിജിഎം കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ രജനീകാന്തിന് കിട്ടിയ ഏറ്റവും മികച്ച ബിജിഎം ആയിരുന്നു, അല്ലെങ്കിൽ 90s പുള്ളിയുടെ ഐക്കണിക് ബിജിഎംസിനോട് കിടപിടിക്കുന്ന ഒന്ന്. പക്ഷെ എന്നിട്ട് എന്താ കാര്യം? അപ്പൊ പറഞ്ഞു വരുന്നത് പടത്തിലെ സ്റ്റോറിക്ക് ഒരു ഗ്രിപ്പ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പഞ്ച് ഇല്ലെങ്കിൽ ഏത് മ്യൂസീഷ്യൻ വിചാരിച്ചാലും ഒന്നും നടക്കില്ല. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പടത്തെ സംബന്ധിച്ച് മ്യൂസിക്കിന് മേലെയാണ് സ്റ്റോറിയുടെ സ്ഥാനം. ഇനി അതിനും മേലെ നിൽക്കുന്ന മറ്റൊന്നുണ്ട്, മേക്കിംഗ് അഥവാ എക്സിക്യൂഷൻ. എല്ലാവരുടെയും മുന്നിൽ പാവത്താനായി നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു നിമിഷം ടെററായി മാറുന്ന ആ ഒരു അതിരപ്പഴസാന ടെംപ്ലേറ്റ് തന്നെയാണ് ഇതിന്റേതും. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ കൺസെപ്റ്റ് മാത്രമേ പഴയതുണ്ടായിരുന്നുള്ളൂ. അതിനു മുൻപും ശേഷവുമുള്ള ഈ സിനിമയിലെ മറ്റു വിഷ്വൽസ് ഒക്കെ എന്തോ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. അത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രത്യേകതരം ക്യാമറയുടെ എഫക്റ്റ് ആണോ, അതോ ആ ഷോട്ട്സ് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത സംവിധായകന്റെ കഴിവാണോ, അതോ സിനിമാറ്റോഗ്രാഫറുടെ കഴിവാണോ, ഇതൊന്നും അറിയില്ല. ബട്ട് ഇറ്റ് വാസ് വെരി റിഫ്രഷിംഗ്. ഇനി അടുത്തത്, ഇതിൽ രജനീകാന്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ. ആ വില്ലൻ വേഷം ചെയ്യാൻ അവർ തെരഞ്ഞെടുത്ത ആക്ടർ ആ കഥാപാത്രത്തിന് കൊടുത്തൊരു ഇമ്പാക്ട്. നമ്മൾ കണ്ടു വളർന്ന സിനിമാ വേൾഡിൽ രജനീകാന്ത് എന്ന ആക്ടർ അല്ലെങ്കിൽ ആൾ അവതരിപ്പിക്കുന്ന ഹീറോ കഥാപാത്രം ഓൾറെഡി ഒരു ആൽഫ ആയിരിക്കും. സോ അങ്ങനെ ഒരാളെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് ആഴ്ത്തുന്ന ഒരു വില്ലനായി മാറുന്നതിൽ നമ്മുടെ ആക്ടർ വിനായകൻ പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. ഇനി തീർച്ചയായും ഈ സിനിമയെ പറ്റി പറയുമ്പോൾ അതിലെ ക്യാമിയോസിനെ പറ്റി പറയാതെ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഈ ക്യാമിയോസിനെ നമുക്ക് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: ആവശ്യത്തിനുള്ള ആളുകൾ. ഇവരൊക്കെ അവിടെ വന്നു പോകുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ട്. പടത്തിന്റെ ഇന്റർസ്റ്റേറ്റ് ബിസിനസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്, സമ്മതിച്ചു. പക്ഷെ ആ ഒരു ഇന്റർസ്റ്റേറ്റിൽ ഇരുന്ന് കാണുമ്പോഴും അത് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നുന്നില്ല എന്നതാണ് ഇതിന്റെ വിജയം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജയിലർ 2 വരുന്നുണ്ട്. അതിൽ ഇതുവരെ കേട്ട റൂമറുകൾ പ്രകാരം മോഹൻലാൽ, ശിവരാജ് കുമാർ, ബാലയ്യ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, എസ്.ജെ. സൂര്യ, എന്തിന് ഷാറൂഖ് ഖാൻ വരെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. സോ ഇതിലെല്ലാം സത്യമാണോ എന്ന് അറിയില്ല. പക്ഷെ സത്യമാണെങ്കിൽ ആദ്യ ഭാഗത്തെ ക്യാമിയോ പരിപാടികൾ നല്ല സ്മൂത്തായി വർക്കൗട്ട് ആയത് കണ്ട് ഇവർ ഓവർ കോൺഫിഡന്റ് ആവുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്.